The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello my dear students, how are you all? Today, let us start our class with a new chapter, chapter 8. Now, let us start today's session with a PEP activity 8.1 on page number 70. In this PEP activity, Lolo, the lion, find treasure in the jungle. Can you help him to find the total amount of treasure he has got? One answer has been done for you. Okay, one answer will thannittund. Appo look at the activity. Look at the picture in this activity carefully and answer the following questions. The first question is number of hundreds. ഇതിൽ എത്ര ഹൺഡ്രഡ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 1, 2, 3 ഹൺഡ്രഡ്സ് ഉണ്ട്. ഈ നമ്പറിൽ എഴുതുമ്പോൾ 300 എന്ന് എഴുതിയിട്ടുണ്ട്. ഈസ് ഓൾറെഡി ഗിവൺ. നെക്സ്റ്റ് നമ്പർ ഓഫ് ടെൻസ്. ഇതിൽ എത്ര ടെൻസ് ഉണ്ട്? കൗണ്ട് ചെയ്യൂ. 5 ടെൻസ് അല്ലേ? 5 ടെൻസ് പറഞ്ഞാൽ എന്താ? എസ് 50 50. ഓക്കെ, ദെൻ വി വാണ്ട് ടു ഫൈൻഡ് നമ്പർ ഓഫ് വൺസ്. ഇതിൽ എത്ര വൺസ് ഉണ്ട്? കൗണ്ട് ചെയ്യൂ. എസ് 2 വൺസ്. 2 വൺസ് എന്ന് പറഞ്ഞാൽ 2 തന്നെയാണ് കേട്ടോ. 2 എന്ന് എഴുതാം. നമ്പർ ഓഫ് വൺസ് എന്ന ബ്ലാങ്കിൻ്റെ അടുത്ത് 2 എന്ന് എഴുതാം. ദെൻ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കണ്ടേ? ടോട്ടൽ എമൗണ്ട് ഈക്വൽ ടു 300 പ്ലസ് 50 പ്ലസ് 2. മൂന്നും കൂടി ആഡ് ചെയ്യണം അല്ലേ? 300 പ്ലസ് 50 പ്ലസ് 2 എന്ന് ആ ബ്ലാങ്കിൽ എഴുതൂ. ദ ആൻസർ ഈസ്, ദ ടോട്ടൽ ഈസ് 352. അതായത് 352 എന്ന് ഫൈനൽ ആൻസർ ഫൈനൽ ബ്ലാങ്കിൽ എഴുതാം. ഓക്കെ, ടു കൗണ്ട് ഓബ്ജക്ട്സ് മോർ ദാൻ 100 we group them into hundreds, tens and ones. Similarly, to easily add or subtract the numbers that are more than 100, we group them into hundreds, tens and ones. അതായത് നമ്മളുടെ നമ്പർ 100-നേക്കാളും കൂടുതലാണെങ്കിൽ നമ്മളതിനെ വൺസിലും ടെൻസിലും ഹൺഡ്രഡ്സിലും ഒക്കെ ഗ്രൂപ്പ് ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് അഡീഷനും സബ്ട്രാക്ഷനും ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ് us add the numbers 245 and 123. ഇപ്പോൾ ഇവിടെ 2 മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്പേഴ്സ് യൂസിങ് അഡീഷൻ യൂസിങ് ബീറ്റ്സ് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ നോർമൽ അഡീഷനും നമ്മൾ ചാപ്റ്റർ 3 പഠിച്ചു. ആഡ് ആൻഡ് സബ്ട്രാക്ട് അപ് ടു 200 വരെയുള്ള നമ്പേഴ്സിൽ നമ്മൾ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനൊക്കെ പഠിച്ചു അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ്. അപ്പോൾ ടീച്ചർ ഇവിടെ നോർമൽ അഡീഷൻ ആയിട്ടുള്ള ഒരു പ്രോബ്ലം കാണിക്കാം. അപ്പോൾ നിങ്ങൾ ബീറ്റ്സ് ഉപയോഗിച്ച് ആഡ് ചെയ്തിരിക്കുന്നത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ശ്രദ്ധിച്ച് നോക്കാം. ലെറ്റ് us add the numbers 245 and 123. 245 ആഡ് ചെയ്താ ദെൻ പ്ലസിൻ്റെ സിമ്പിൾ ഇടുക. അറിയാലോ നമുക്ക് പ്ലസിൻ്റെ സിമ്പിൾ ഏതാണ്? യെസ്. ദെൻ 123 താഴെ പുട്ട് എ ലോങ് ഡാഷ്. കണ്ടോ? ഇനി നമുക്ക് ഇതൊക്കെ 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് അല്ലേ? ഇപ്പോൾ എത്ര പ്ലേസസ് ഉണ്ട്? 3 പ്ലേസസ് ഉണ്ട്. റൈറ്റ് സൈഡിലെ വൺസ്, ദെൻ ടെൻസ്, ദിസ് ഈസ് ഹൺഡ്രഡ്സ്. ഓക്കെ, ഗ്രൂപ്പ് ചെയ്തു. വൺസിലും ടെൻസിലും ഹൺഡ്രഡ്സിലും ഒക്കെ ഗ്രൂപ്പ് ചെയ്തു നമ്മൾ. ഇനി നമുക്ക് ആഡ് ചെയ്യണം. സ്റ്റാർട്ടിങ് ഫ്രം വിച്ച് പ്ലേസ്? യെസ്, വൺസ് പ്ലേസ്. വൺസ് പ്ലേസ് നോക്കി. വിച്ച് ആർ ദ നമ്പേഴ്സ്? 5 and 3.
അല്ലേ? അപ്പോൾ 5 ഫിംഗേഴ്സ് എടുത്തു, 3 ഫിംഗേഴ്സ് വീണ്ടും എടുത്തു. ടോട്ടൽ എത്ര ഫിംഗേഴ്സ് എടുത്തു ടീച്ചർ? 8 ഫിംഗേഴ്സ്. സോ our answer is 5 plus 3 is 8. Then we move on to tens place. 4 and 2. 4 plus 2. 4 fingers എടുത്തു, then 2 fingers എടുത്തു. Total how many fingers? 4 plus 2, 6. 6. Then hundreds place. Hundreds place, which are the numbers? 2 and 1. 2 plus 1, 3. Our total is 368. കണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ ബീഡ്സ് ഉപയോഗിച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. നോക്കുക, നന്നായി ശ്രദ്ധിക്കുക കേട്ടോ. ഇത് നോർമൽ അഡീഷൻ ആണ്. സാധാരണ നമ്മളൊക്കെ ഈസി ആയിട്ട് ആഡ് ചെയ്യാൻ ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി എല്ലാവരും കേട്ടോ. Yes, we get the total of two numbers by adding the numbers of hundreds, tens and ones. Next we are going to do subtraction. നമുക്കറിയാലേ സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ടേക്കിംഗ് away a number from another number അല്ലേ? അപ്പോൾ സബ്ട്രാക്ഷൻ എപ്പോഴും ചെയ്യുന്നത് വലിയ നമ്പറിൽ നിന്ന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വലിയ നമ്പറിൽ നിന്ന് മാത്രമേ നമുക്ക് ചെറുതിനെ കുറയ്ക്കാൻ പറ്റുള്ളൂ. Now let us subtract 125 from 268. അപ്പോൾ നമ്മൾ ആദ്യം ഏത് നമ്പർ എഴുതും? 268 എന്ന് എഴുതും. See, 268 എഴുതി, മൈനസ് സിമ്പിൾ ഇട്ടു, താഴെ 125 എഴുതി, കുട്ടി ലോങ് ഡാഷ് അല്ലേ? അപ്പോൾ നമുക്കിനി പ്ലേസസിൻ്റെ പേര് എഴുതണം അല്ലേ? യെസ്, 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ 3 പ്ലേസസ് ഉണ്ടാവും. 1, 10, 100. സി, നമ്മളിപ്പോൾ ഏത് പ്ലേസിനാണ് സ്റ്റാർട്ട് ചെയ്യാം? യെസ്, വൺസ് പ്ലേസ് നിന്നാണ് സബ്ട്രാക്ഷനും അഡീഷനും ഒക്കെ സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ വൺസ് പ്ലേസ് നോക്കി, വിച്ച് ആർ ദ നമ്പേഴ്സ്? 8 and 5 അല്ലേ? 8 minus 5 ചെയ്യണം. അപ്പോൾ 8 ഫിംഗേഴ്സ് എടുത്തു, 5 ഫിംഗേഴ്സ് നമ്മൾ മടക്കി, ബാക്കി എത്രയുണ്ട്? 3. 8 minus 5 equal to 3 എന്ന് ഈ പ്ലേസിൽ നേരത്തെ തന്നെ എഴുതാം കേട്ടോ. ദെൻ ടെൻസ് പ്ലേസ്, വിച്ച് ആർ ദ നമ്പേഴ്സ്? 6 and 2. അപ്പോൾ 6 minus 2 ചെയ്യണം. അപ്പോൾ 6 ഫിംഗേഴ്സ് എടുത്തു, 2 ഫിംഗേഴ്സ് മടക്കി, ബാക്കി 4. 6 minus 2 is 4. ഓക്കെ. ദെൻ ഹൺഡ്രഡ്സ് പ്ലേസ് നോക്കി, 2, 1. അപ്പോൾ 2 minus 1 is 1. അപ്പോൾ ഡിഫറൻസ് ഈസ് 143 is the difference of 268 and 125. ടെക്സ്റ്റ് ബുക്കിൽ ബീഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ സബ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതായത് സ്ട്രൈക്ക് ചെയ്യും ഓരോ പ്ലേസിൽ നിന്നും എന്താണോ മൈനസ് ചെയ്യേണ്ടത്. അപ്പോൾ 1 പ്ലേസിൽ 8 ആണ്, 8 ബീഡ്സ് ആണ് ഉണ്ടാവുക. അതിൽ നിന്ന് 5 ബീഡ്സ് കട്ട് ചെയ്യും. ദെൻ ടെൻസ് പ്ലേസിൽ 6 ടെൻസിൻ്റെ സ്ട്രിപ്സ് ഉണ്ട്, അതിൽ നിന്ന് 2 ടെൻസിൻ്റെ സ്ട്രിപ്സ് കട്ട് ചെയ്യും. ബാക്കി എത്രയുണ്ട്? 4 എന്നായിരിക്കും. ദെൻ ഹൺഡ്രഡ്സ് പ്ലേസിൽ 200ൻ്റെ ഷീറ്റ് പോലത്തെ ബീഡ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരു 100ൻ്റെ ഷീറ്റ് കട്ട് ചെയ്തു, സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ബാലൻസ് 1. ഓക്കെ, 143. We get the difference by striking off the number of hundreds, tens and ones that need to be subtracted from the number. Okay, that is all for today. See you next week. Take care. Bye bye.